ഇന്നലെ കേട്ട ഏറ്റവും വിഷമകരമായ വാർത്തയായിരുന്നു മലപ്പുറം മഞ്ചേരിയിലുണ്ടായ വാഹനാപകടവും 5 പേരുടെ മരണവും. ഇപ്പോൾ മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഖബറടക്കം. അപകട കാരണത്തെക്കുറിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പരിശോധന നടത്തും. മലപ്പുറത്ത് നിന്ന് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സാജിദ്, ഗുഡ് മോർണിംഗ്. ഏറെ വിഷമകരമായ വാർത്തയായിരുന്നു ഇന്നലെ നമ്മൾ കേട്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. എത്ര സമയമെടുക്കും പൂർത്തിയാകാൻ? പൊതുദർശനമുണ്ടോ? ഖബറടക്കത്തിന്റെ സമയം തീരുമാനിച്ചിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്തെല്ലാമാണ്? രേഷ്മ സൂചിപ്പിച്ച പോലെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു അപകടം തന്നെയാണ് ഇന്നലെ നടന്നത്. ഒരു കുടുംബത്തിലെ 4 പേരും അവരുടെ നാട്ടുകാരനായ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദും ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. നിലവിൽ 5 പേർ ചികിത്സയിലുണ്ട്. ഇവർക്ക് ഇതിലൊരു കുട്ടിക്ക് മാത്രമാണ് കുറച്ച് പരിക്കുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് സാരമായ പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2 പേരുടേത് കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഡോക്ടർമാർ 6:30 തന്നെ എത്തിയിരുന്നു. 9:30 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഖബറടക്കവുമായി ബന്ധപ്പെട്ട് ഈ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിന്റെ ഖബറടക്കം സെൻട്രൽ ജുമാ മസ്ജിദ്, മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിലാണ്. ഈ അബ്ദുൽ മജീദിന്റെ മകളുടെ വിവാഹ ദിവസമായിരുന്നു ഇന്ന്. ഇത് ഈ തിരക്കിനിടയിലാണ് സ്ഥിരമായി ഓട്ടം വിളിക്കുന്ന അയൽവാസികളായ ആളുകളായതുകൊണ്ട് അവരുടെ കൂടെ പോയത്, ഈ ഓട്ടത്തിനായി പോകേണ്ടി വന്നത്. ഈ ബാക്കിയുള്ളവരുടെ ഈ മൃതദേഹം, അതെ, ഒരു കുടുംബത്തിലെ സഹോദരികളായ മുഹ്സിന, തസ്ലീമ, ഇവരുടെ മക്കൾ റിൻഷ ഫാത്തിമ, റൈഹ ഫാത്തിമ എന്നിവരുടെ മൃതദേഹം ഈ കിഴക്കേത്തല, മഞ്ചേരിയിലുള്ള കിഴക്കേത്തല മദ്രസയിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം ഇവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ ഖബറടക്കം സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. മിക്കവാറും ഈ തുവൂരിലും അതുപോലെ തന്നെ താമരശ്ശേരി, മഞ്ചേരിയിലുള്ള താമരശ്ശേരിയിലുമായിട്ടായിരിക്കും ഈ ഖബറടക്കം ഉണ്ടാവുക. ഈ ജംഷീർ കൂടി എന്നോടൊപ്പം ഉണ്ട്. ജംഷീർ, ഇന്നലെ രാത്രി അങ്ങോട്ട് പോയിരുന്നല്ലോ. ഒരു അപകടത്തിന്റെ എന്താണ് കാരണം, എങ്ങനെ മനസ്സിലാക്കുന്നത്? 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഓട്ടോ യൂട്ടേൺ എടുത്തപ്പോൾ അമിതവേഗതയിൽ വന്ന ബസ് ഇടിച്ചു എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഒരു കാർ വന്നപ്പോൾ അതിന് വെട്ടിച്ചപ്പോൾ ഈ ഓട്ടോ വന്നിടിച്ചെന്ന് പറഞ്ഞു. ഏതായാലും ആ ഇടിയുടെ ആഘാതം വളരെ വലുതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഇത്രയേറെ വർദ്ധിക്കാനുണ്ടായ കാരണം, നമുക്ക് ആ സ്ഥലത്ത് പോകുമ്പോൾ ആ ഓട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, ഓട്ടോ വലിയ തരത്തിൽ ഇടിച്ച അങ്ങ് ചുരുങ്ങിപ്പോകുന്നൊരു അവസ്ഥ. അതിനകത്ത് ഈ കുട്ടികളും സ്ത്രീകളും ഒക്കെ പെട്ടുപോയി എന്നുള്ളത് മാത്രമല്ല, രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് നടന്നു. കാരണം ഒരു അങ്ങാടിയാണ്, ആളുകളെല്ലാം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുന്നു അത്രയും പെട്ടെന്ന് തന്നെ ആളുകൾ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചതല്ല. 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതോടൊപ്പം 2 പേർ ഇപ്പോൾ ഈ ആശുപത്രിയിൽ എത്തി മരിച്ചു എന്നുള്ളതാണ്. ഏതായാലും വളരെ ഗുരുതരമായ ഒരു അപകടം, വലിയൊരു അപകടം തന്നെയാണ് അന്ന് അവിടെ സംഭവിച്ചത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ആ ഓട്ടോയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നു. ബന്ധുക്കളുമായി ഇപ്പോൾ അവസാനം ജംഷീർ സംസാരിച്ച് ഖബറടക്കം സംബന്ധിച്ച് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ആരംഭിച്ചതിന് ശേഷമായിരിക്കും ഈ ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. മജീദിന്റെ, അതായത് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെത് ഇവിടെ സെൻട്രൽ ജുമാ മസ്ജിദ് തന്നെയാണ്. അതോടൊപ്പം തന്നെ മരിച്ച മുഹ്സിനയുടെ ഖബറടക്ക ചടങ്ങുകൾ മഞ്ചേരി തന്നെയുള്ള താമരശ്ശേരി ജുമാ മസ്ജിദ് നടക്കും. അതോടൊപ്പം തന്നെ തസ്ലീമയുടെ ഖബറടക്കം അവരുടെ 2 കുട്ടികളുടേതും അത് വെളയൂർ ജുമാ മസ്ജിദിലാണ്. അതോടൊപ്പം തന്നെ ഇവരെ ഒരു സ്കൂളിൽ പൊതുദർശനം വെക്കുന്നുണ്ട്. അതിനുശേഷം മദ്രസയിൽ ഒരു പൊതുദർശനത്തിൽ വെക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഖബറടക്ക ചടങ്ങുകളിലേക്ക് പോകും. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും അതെല്ലാം ഉണ്ടാകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട ആളുകൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. രേഷ്മ, ഈ റോഡുമായി ബന്ധപ്പെട്ട് പല തവണ ആളുകൾ പരാതി ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ റോഡ് ഉപരോധിക്കുന്നത് അടക്കമുള്ള സമരത്തിലേക്ക് നാട്ടുകാർ പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാനും സാധ്യതയുണ്ട്.